ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ് കേട്ടോ. അതായത് ഏത്തപ്പഴം, 2 ഏത്തപ്പഴം, നല്ല പഴുത്ത കുറച്ച് വലിപ്പമുള്ള 2 ഏത്തപ്പഴം, ഒരു പീസ് ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ റാഗിപ്പൊടിയാണ് കേട്ടോ. ഇത് മൂന്നും കൂടെ വെച്ചിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി ആയിട്ടുള്ളതാണ്. റോസ്റ്റഡ് റാഗി പൗഡറാണ് ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 4-5 ടീസ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ നേന്ത്രപ്പഴം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. പഴം ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. റാഗിപ്പൊടിയിലേക്ക് നമ്മൾ പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മധുരത്തിന് കുറച്ച് മധുരം മതിയാവും. അപ്പോൾ ഒരു കഷ്ണം, ഒരച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളൂ. അത് ഒരിക്കൽ ശർക്കരപ്പാനിയും കൂടെ അതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത്തയ്ക്ക, പഴം പുഴുങ്ങിയത് അങ്ങനെയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ, അതേപോലെ റാഗി കുറുക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. വേറെ നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല. ഇതിൽ ശർക്കരയും ഏത്തയ്ക്ക റാഗി പൗഡർ മാത്രമേ ചേർക്കണുള്ളൂ. ഇതിനി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതൊന്ന് ഒഴിച്ചെടുക്കാം. ഒരു റൗണ്ടിലുള്ള പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെണ്ണ പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ എല്ലായിടവും ഒരേപോലെ ആക്കിയിട്ട് ഒഴിച്ച് ലെവലാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിച്ച് വെച്ച് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞ് നമ്മൾ ഈ ചൂടായ ഇഡ്ഡലി തട്ടലിൽ ഇത് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പം ആവിയൊക്കെ വന്ന് കിണ്ണത്തപ്പം നല്ല റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. ഫോർക്കിൽ പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ആറിയതിന് ശേഷം പീസാക്കി മുറിച്ചെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. വേറെ മറ്റ് പദാർത്ഥങ്ങളൊന്നും ചേരാത്ത നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഏത്തപ്പഴവും റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പറാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് കാൽസ്യം, എല്ലിനും പല്ലിനൊക്കെ ബലം നൽകുന്ന റാഗിപ്പൊടിയാണ് അതിൽ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള സൂപ്പർ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിന് നമ്മൾ വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നട്ട്സോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ വെക്കാം. ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. കുട്ടികൾ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് താല്പര്യപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.